അങ്ങനെ ഇന്നത്തെ ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. അതായത് ഹോട്ടലിൽ നിന്നുള്ള ആ ഒരു പ്രൊമോ. അതായത് ഫ്രിഡ്ജ് തുറന്നു ഒരു പെപ്സി എടുക്കുന്നു, അത് പൊട്ടിക്കുന്നു. ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്യൂപ്പയിൽ കഴിഞ്ഞിരുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഗെയിമിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. കുറച്ച് പേരൊക്കെ ഗെയിമിലിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്ര വലിയ ആക്ടിവിറ്റി തോന്നിയില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് രംഗം വഷളാവാതെ ശാന്തമായിരുന്നു. പക്ഷേ അവിടെ ഒരാൾ കാണിച്ച ആക്ട് അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നില്ല ലാലേട്ടൻ. അത് സിബിനെയാണ് ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. എന്തായാലും സിബിനെ ചോദ്യം ചെയ്യും, നമുക്കത് അറിയാമല്ലോ. പിന്നീട് എന്തൊക്കെ ചോദ്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാര്യം ചോദ്യം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ പറഞ്ഞ കാര്യം അത് മോശമാണ് കേട്ടോ. അതായത് കരിഞ്ഞ മത്സ്യകന്യക എന്നങ്ങോട്ട് പറയും. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ ആക്ഷൻസും വർത്തമാന രീതികളും ഇതൊക്കെ മാറ്റണം. നമ്മൾ കരിഞ്ഞത്, തടിച്ചവൻ, മെലിഞ്ഞവൻ ഇതൊക്കെ മാറ്റുന്ന സമയം കഴിഞ്ഞു. അങ്ങനെ ഒരു ബോഡി ഷെയ്മിങ്ങിലൂടെ തമാശകളാണെങ്കിലും കളിയാക്കലുകളാണെങ്കിലും ഒഴിവാക്കേണ്ട സമയങ്ങളൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. അവിടെ വന്ന് ഇതുപോലത്തെ വാക്കുകൾ പറയുന്നത് കുറയ്ക്കുകയല്ല, പറയാതിരിക്കണം. അപ്പോൾ അതൊരു കാര്യം എന്തായാലും ചോദിക്കുമായിരിക്കും. അതുപോലെ ഈ നോമിനേഷൻ, അത് ക്യാപ്റ്റൻസി ആണെങ്കിലും ജയിൽ നോമിനേഷൻ ആണെങ്കിലും ഈ ചർച്ച ചെയ്തുകൊണ്ടുള്ള നോമിനേഷൻ, അതൊക്കെ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ പവർ ടീമുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് അത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാര്യം അത് പവർ ടീമല്ലേ, പവർ ടീം ചർച്ച ചെയ്ത് തന്നെയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ പവർ ടീമുകാർ പുറത്തുള്ള ആളുകളുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ജിൻഡയോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ജിൻഡ പിന്നെ ക്യാപ്റ്റൻ എന്ന് പറയുമായിരിക്കും. പിന്നെ അതല്ലാതെ എത്ര പേര് ശ്രീധുവിൻ്റെ അടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മുടെ അൻസിബ് എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് പുറത്തും ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജാൻമണി അർജുനെ കുറിച്ച് പറഞ്ഞ കാര്യം, ആ ഒരു കാര്യം ചോദിക്കണം. കാര്യം പുറത്തിറങ്ങി അർജുന് ജീവിക്കാനുള്ളതാണ്, മാത്രമല്ല അർജുന് നല്ലൊരു കരിയർ ഉള്ളതാണ്. അത് നശിപ്പിച്ചുകൊണ്ടുള്ളൊരു സംസാരമാണ് നടക്കുന്നത്. അപ്പോൾ അതെന്തായാലും ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം ഈ സിബിൻ്റെ ഈ ഒരു കാര്യം പോലെ തന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് അത് ചോദിക്കണം. അങ്ങനെ ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചോദിച്ച് കഴിഞ്ഞൊക്കെ വീക്കെൻഡിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പവർഫുള്ളായിട്ട് തന്നെ ചോദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും കണ്ടു തന്നെ അറിയാം. അടുത്തൊരു പ്രൊമോ വന്നാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടത്തുള്ളൂ. മിക്കവാറും അടുത്ത പ്രൊമോ എന്തോ ആയിരിക്കും, സിബിനെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊമോയാണ്. അതല്ലാതെ എന്താണെന്നൊരു ക്ലൂ കൊണ്ട് കിട്ടിയാൽ അടിപൊളിയായിരിക്കും, നോക്കാം. അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മുടെ ജാൻമണി പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് 100% ഉറപ്പ്. ജാൻമണിയുടെ കൂടെ പോകാൻ ചാൻസ് ഉള്ള രണ്ടുപേരെന്ന് പറയുന്നത് ശ്രീരേഖയും പിന്നെ ശരണ്യയുമാണ്. അവർ രണ്ടിലും ആരാണെന്ന് അറിയത്തില്ല. എന്തായാലും 2 നോമിനേഷൻ എന്തായാലും കാണും. പുറത്തേക്ക് എവിക്ഷൻ എന്തായാലും കാണും. അത് എനിക്ക് തോന്നുന്നു ജാൻമണിയും ഒന്നി ശരണ്യയായിരിക്കും, അല്ലെങ്കിൽ ജാൻമണിയും ശ്രീരേഖ ആയിരിക്കും. അവർ രണ്ടുപേരും ആരാണെന്ന് മാത്രമേ ഉള്ളൂ ഡൗട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലാലേട്ടൻ ഇന്ന് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.